ഹലോ ഗായ്സ്, A4 ഷീറ്റ് വെച്ചിട്ടൊരു അടിപൊളി ക്രാഫ്റ്റ് നോക്കിയാലോ നമുക്ക്. അപ്പോൾ അത് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റും ആണ്. റൂമിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ വാൾ ടെംപ്ലേറ്റ്സുമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് A4 ഷീറ്റാണ്. A4 ഷീറ്റ് നിങ്ങൾക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തെടുക്കുക മീൻസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഗായ്സ്, നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞേ വേണ്ട അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ വേണ്ട അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എല്ലാം ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ടേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ട്രൈപ്പോഡൊന്നുമില്ല. ഞാൻ ട്രൈപ്പോഡല്ല യൂസ് ചെയ്യുന്നത്, ഫോൺ സ്റ്റാൻഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് അളവിൽ മടക്കി കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് വേഗം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എൻ്റെ ബാക്കി രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ കാണുന്നതെങ്കിൽ പരിണിത വിത്ത് പ്രണവും ക്ലൗഡി ക്യൂട്ടും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ മാജിക്കൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യണേ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈസി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇടുന്നത്. നെയിം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ടെംപ്ലേറ്റ്സ് പറഞ്ഞാൽ അതിൻ്റെ മേലെ സെലോ ടേപ്പ് കൊണ്ടിട്ട് ബാക്കിൽ പശ തേക്കുക, അല്ലെങ്കിൽ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് അത് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രഷ് പെൻസ് ഉണ്ടല്ലോ, ബ്രഷ് പെൻസ് പറന്ന് വരുന്നുണ്ട്. ബ്രഷ് പെൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കാം കേട്ടോ. ബ്രഷ് പെൻസ് വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ എസ്തറ്റിക്കും ക്യൂട്ടും കൂടി ആയിട്ടുള്ള പിങ്ക് ഇടാം. അപ്പോൾ എന്താ നിങ്ങളുടെ എൻ്റെ പഫ് കൈ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഏത് ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇട്ടിക്കുന്നത് നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. ഇടയ്ക്ക് ലാഗൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. സ്റ്റുഡിയോന്ന് വാങ്ങിച്ചാണ്. ജംപ് സ്യൂട്ടാണ്, യെല്ലോ കളർ അടിപൊളി ജംപ് സ്യൂട്ട് തന്നെയാണ്. വേണ്ടവർ സ്റ്റുഡിയോ പോയി നോക്കാം. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ 2 വർഷം മുന്നേ വാങ്ങിച്ചാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഉണ്ടെന്ന് കണ്ടില്ല കേട്ടോ ഗൈസ്. അതാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അമ്മ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അച്ഛനെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നെയിം എഴുതിയപ്പോഴാണ് ഞാൻ കണ്ടത് നിങ്ങൾ കാണുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നീക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ടത് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഈ സൈഡിൽ ചരിച്ചിട്ടുണ്ട്. അതിനുശേഷം നെയിമും കൂടി എഴുതി കൊടുക്കുക. നെയിം ക്ലാസ്, റോൾ നമ്പർ, സ്കൂള് അതൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കുക. നെയിം സ്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെയിം, ക്ലാസ് അതൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സെലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. നമ്മുടെ നെയിം സ്ലിപ്പായി. നമുക്ക് നെയിം സ്ലിപ്പ് വേണ്ട, ടെംപ്ലേറ്റ്സ് മതി എന്നുണ്ടെങ്കിൽ സാധാ പോലെ ഡബിൾ സൈഡ് ടേപ്പോ അങ്ങനെ എന്തെങ്കിലും സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. സെലോ ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നെയിം, സ്കൂള്, ക്ലാസ്സിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മാജിക് കാണാം. അപ്പോൾ ഇത്ര വലിയ മാജിക് നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ വീഡിയോ ആക്കി ചെയ്തിട്ട് പോയി ചെയ്താണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ റൂം ടെംപ്ലേറ്റ്സ് ആയിട്ടും യൂസ് ചെയ്യുക, സെലോ ടേപ്പായിട്ടും യൂസ് ചെയ്യുക. ഒരു അടിപൊളി സംഭവമാണ് ഇത്. ഒരു ലൈറ്റ് കിളിപ്പച്ച പോലത്തെ, അതും കിളിപ്പച്ച, പിന്നെ പേസ്റ്റൽ ഗ്രീന്, പർപ്പിള്, ബ്ലൂ, ബ്രൗൺ, ലാവൻഡർ, പിന്നെ വീണ്ടും ഒരു ലാവൻഡർ, പിന്നെ ബ്രൗണ്, ലാവൻഡർ, പിന്നെ ബ്ലൂ, ഒരു ലൈറ്റ് അങ്ങനത്തെ ഒരു ബ്ലൂ, പിന്നെ യെല്ലോ, പിന്നെ ഒരു ബ്രൗൺ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ വേറൊരു വട്ടം ബ്രൗൺ വരുന്നുണ്ട്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ബൈ.